പക്ഷേ ഇന്ന് പല കുടുംബത്തിലും ആണിനെ പരിഹസിക്കാൻ ആളുകൾക്ക് താല്പര്യം. അല്പം വരുമാനം കുറഞ്ഞ ആളൊന്നിനും പറ്റാത്തവനായി ഒരായുസ് മുഴുവൻ കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നാലും എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേക്കും അവൻ അപമാനിക്കപ്പെടാൻ തുടങ്ങി. സമ്പത്തിന്റെ കാര്യത്തിൽ, സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, സഹോദരിമാരാവട്ടെ, ഉമ്മമാരാവട്ടെ, ഭാര്യമാരാവട്ടെ, എല്ലാ ആണുങ്ങൾക്കും സമ്പത്ത് ഒരുപോലെയല്ല. ഒരുപോലെ കെട്ടിപ്പടുത്ത പല സമ്പത്തും പലർക്കും ഉപകാരപ്പെട്ടിട്ടുമില്ല. ഓരോ സമയത്തും പടച്ചോൻ ഓരോരുത്തർക്കും ഓരോ അവസ്ഥ വരുത്തും. അത് പ്രകൃതിയുടെ, റബ്ബിന്റെ തീരുമാനമാണ്. നമ്മൾ ഓരോരുത്തരും പറയാറില്ലേ, ചിലപ്പം മനസ്സിന് വലിയ സന്തോഷം, ചില ആഴ്ചകളിൽ മനസ്സിന് വല്ലാത്ത സങ്കടം. അൽ ഈമാനു യസീദു വയൻകുസു. ചിലപ്പം ഭയങ്കര ഈമാൻ, ചിലപ്പം ആ ഈമാനിന്റെ ഒരു കണിക പോലും മനസ്സിലില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ച് ആണിനെ അപമാനിക്കരുത്, ആണിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. പല കുടുംബത്തിലും പല മരുക്കളും പിയ്യാപ്പിളാരും ഒരേ കോലത്തിലായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും, ഓന്റെ വാപ്പ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടാകും. വാപ്പാന്റെ സ്ഥാപനത്തിൽ ചെന്നിരുന്നു പോരുന്നവന് അത്തരത്തിലുള്ള സാമ്പത്തിക മേൽക്കോയ്മയുണ്ടാകും. ആയക്കാലത്ത് അധ്വാനിച്ച് ജീവിതം കെട്ടിപ്പടുത്തവന് സാമ്പത്തിക സ്ഥിതി അല്പം കുറയും. ഏറ്റവും നല്ല പെണ്ണാരെന്ന ചോദ്യത്തിന് അള്ളാന്റെ ഹബീബ് കൊടുത്ത ഉത്തരെന്താ? ആണിന്റെ മനസ്സറിയുകയും ഓന്റെ വരുമാനം മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുന്ന പെണ്ണ്. ഓൻ 1 രൂപക്കേ വകുള്ളൂ, 1 രൂപയിൽ ക്ഷമിച്ച് ജീവിക്കണം. ഓൻ 1 കോടി ഉറുപ്പ്യക്ക് വകുപ്പുണ്ടോ, 1 കോടിക്കനുസരിച്ച് ജീവിക്കണം എന്നല്ല. 1 കോടിയുടെ ജീവിതത്തിൽ അള്ളാന്റെ തൃപ്തിയില്ലായ്മ ബോധ്യപ്പെടുത്തി കൊടുത്ത് അള്ളാനെ സ്നേഹിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം. അല്ലാതെ ഉള്ളവര് അതിന്റെ അഹങ്കാരത്തിനനുസരിച്ച് ജീവിക്കുമ്പോ അങ്ങനത്തെ ആളായാ മതിയായിരുന്നു എന്റെ ഭർത്താവ്, എന്റെ മോളെ പിയ്യാപ്ല എന്ന് ചിന്തിക്കലല്ല. മാസത്തിലും 28 ദിവസം ടൂർ ഉണ്ടാകുന്നവൻ നല്ല ഭർത്താവ്, നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. കൊണ്ടുപോകുന്ന പണത്തിൽ ഹക്കാവുകയും തന്റെ കുടുംബത്തെയും ആന്റെ ഭാര്യയെയും നീതിയോടെ കുടുംബത്തോട് ചേർത്ത് നിർത്താൻ ആര് പരിശ്രമിക്കുന്നോ ഓന് വരുമാനല്ലെങ്കിലും ഓന അള്ളാന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠൻ. ആ തിരിച്ചറിവ ഇന്ന് കുടുംബത്തിൽ ആളുകൾ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. മനസ്സ്, ഒരാണിന്റെ മനസ്സറിയാത്ത ഭാര്യമാരുണ്ട്. ഓന്റെ വരുമാനം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, എന്താപ്പം പിയാപ്പന്റെ കയ്യിലുള്ളത്, എവിടെയൊക്കെയാ അദ്ദേഹത്തിന് കടള്ളത് ചോദിക്കലില്ല പലരും. പല ബാപ്പാര് പോലും മക്കളോട് ചോദിക്കാൻ പറയാറില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ മയ്യത്ത് കബറിലേക്ക് എടുക്കുമ്പോ ആ മകൻ തീറ്റിപ്പോറ്റിയത് തന്റെ മകളെയും കൂടിയായതുകൊണ്ട് ആ കടത്തിന്റെ ബാധ്യത എന്റെ മകളെയും കൂടി ബാധിക്കാതിരിക്കാൻ അറിഞ്ഞിട്ടുണ്ടോ പല ബാപ്പാരും? ആണിന്റെ സങ്കടങ്ങളെ പറ്റി, ആണിന്റെ വരുമാനത്തെ പറ്റി, ഓന്റെ ലോണിനെ പറ്റി, ഓന്റെ കടബാധ്യതയെ പറ്റി, തുടങ്ങിയിട്ടും പൊട്ടിപ്പോയ കച്ചവടത്തെ പറ്റി ഇല്ലാത്തതിന്റെ കണക്ക് നിരത്തുമ്പോ ഓരോ ഉറുപ്പുണ്ടാക്കാനും ആണനുഭവിക്കുന്ന ത്യാഗമറിയുന്ന പെണ്ണ ഒരു വാപ്പ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല പെണ്ണ്. ആ പെണ്ണിനൊരാണിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാ ഒരു വാപ്പ ആണിനോട് നീതി ചെയ്ത വാപ്പയായി മാറുന്നതും ഒരു ഉമ്മ നല്ല ഉമ്മയായി മാറുന്നതും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുക്കണം, ആശ്വാസം കൊടുക്കണം. എന്തുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബ നബിത്തങ്ങൾ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തകർന്നു പോകാതിരുന്നത്? ഖദീജ ബീവി ചേർന്നു നിന്നു. തന്റെ അവസാനത്തെ ശ്വാസം വരെ ഖദീജ ബീവിനെ റസൂലുള്ളാഹി ഓർമ്മിക്കുമ്പം സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ എന്തിനാ ഇത്രക്കും നിങ്ങൾ ഖദീജാനെ സ്നേഹിച്ചത്? റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞത് ഒറ്റ വാക്ക്, എന്റെ തകർച്ചയിൽ എന്നോട് ചേർന്ന് നിന്നവളാണ് എന്റെ ഖദീജ. മക്കക്കാരൊറ്റപ്പെടുത്തി ഭ്രാന്തനെന്ന് വിളിച്ചു, പട്ടിണി കിട്ടു, കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ചു. അന്നെന്റെ തകർച്ചയിൽ എന്റെ നെഞ്ചോട് ചേർന്ന് എന്നെ അറിഞ്ഞു നിന്നൊരു പെണ്ണായിരുന്നു എന്റെ ഖദീജ. ഒരാണത് ആഗ്രഹിക്കുമ്പോ സ്വന്തം കുടുംബത്തിന് ആ ആണ് തകരാതിരിക്കാനുള്ള ഒരു ചേർത്ത് നിർത്തൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലേ? ആ പെണ്ണല്ല ഇസ്ലാമിലെ നല്ല പെണ്ണ്. ആ പെണ്ണ് ഈ ലോകത്തിന്റെ ഒരു ഭാരമാണെന്ന ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത്. ആ തിരിച്ചറിവ് കൊണ്ട് തന്നെ ആണിന്റെ കൂടെ താമസിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയില്ലേ, അസ്കിനൂഹുന്ന, അവരെ നിങ്ങൾ താമസിപ്പിക്കണം, മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും, നിങ്ങളുടെ കൈവിൽപ്പെട്ട സ്ഥലത്ത്, നിങ്ങൾ താമസിക്കുന്നിടത്ത് അവിടെയും താമസിപ്പിക്കണം. ഭർത്താവിന്റെ സൗകര്യക്കുറവ് സ്വന്തം വാപ്പക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള തെളിവൊന്നുമല്ല. അവന്റെ സൗകര്യത്തിൽ അവൾ ജീവിക്കട്ടെ, അവന്റെ പാകത്തിന് അവൾ ജീവിച്ച് പഠിക്കട്ടെ. വാപ്പാര് സപ്രപഞ്ച കട്ടിലിൽ മക്കളെ വളർത്തി എന്ന കാരണത്തിന്റെ പേരിൽ കിട്ടിയോന് കുറച്ച് പൈസ കുറയുമ്പോഴേക്കും ഓളെ നോക്കാൻ ഞാൻ മതി എന്ന് ചിന്തിക്കുന്നവരല്ല നല്ല വാപ്പാര്. ഫാത്തിമ ബീവിനെ കെട്ടിച്ചു വിട്ട് പട്ടിണിയാണെന്ന് അറിഞ്ഞപ്പോ റസൂലുള്ളാഹി കയറി ചെന്ന് പറയുന്നുണ്ട്,
മോളെ ഫാത്തിമ, നിന്റെ കൂടെ പോയി തിന്നാൻ കിട്ടുന്നല്ല, പട്ടിണിയാണെങ്കിലും അള്ളാന്റെ സ്വർഗത്തിലേക്ക് അലി എന്നെ കൊണ്ടുപോകും മോളെ. ആ തിരിച്ചറിവാണ് മനുഷ്യരെ ഒരാണിന് കിട്ടേണ്ട പരിഗണന, ഒരാൺ ആഗ്രഹിക്കുന്ന പരിഗണന. അത് വീട്ടിൽ നിന്ന് കൊടുക്കാൻ ഭാര്യമാർക്കും പെൺമക്കൾക്കും സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നു, വലാ തുളാറൂഹുന്ന ലിതുളയ്യിഖു അലൈഹിന്ന, നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരാണെന്ന് കരുതി പടച്ചോൻ തരുന്നതിൽ തൃപ്തിപ്പെട്ടങ്ങ് ജീവിക്കണം. ഇന്ന് പല കുടുംബത്തിലും ആ ഒരുമിച്ച കിടക്കലുകൾ പോലും നടക്കുന്നില്ല. പലപ്പോഴും പല കുടുംബത്തിലും ഇന്ന് കാണുന്ന അവസ്ഥകൾ, ചിലര് ഉമ്മക്കും വാപ്പക്കും വേണ്ടി പിയാപ്പയും പെണ്ണുങ്ങളും മാറി നിൽക്കും. വിവാഹം കഴിഞ്ഞ് 5-10 കൊല്ലം കഴിഞ്ഞു, പെണ്ണിന്റെ വീട്ടില്, ആണാണിന്റെ വീട്ടില്. എടക്കപ്പയോ വാപ്പയുമ്മ ഇല്ലാണ്ടാകുമ്പോ വീട്ടിൽ വന്ന് സംഗമിച്ചു പോകുന്ന ആ രീതി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് പിയാപ്പനെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ തിരിച്ചറിവോടുകൂടി മറ്റു ചിലരാവട്ടെ ഉമ്മാനെ ഗൾഫ് കൊണ്ടുപോകും, വാപ്പ നാട്ടിലൊറ്റക്ക് താമസിക്കും. പല കുടുംബത്തിലും ഇതൊന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അവരൊരുമിച്ച് നിൽക്കട്ടെ, ആണിന്റെ കൂടെ പെണ്ണ് നിൽക്കട്ടെ, പെണ്ണിന്റെ കൂടെ ആണ് നിൽക്കട്ടെ. ഒരു ദിവസം മാറിക്കിടന്നാൽ 2 ദിവസം മാറിക്കിടന്നാലും പ്രശ്നമില്ല എന്ന് തോന്നും. 1 മാസം മാറിക്കിടന്നാൽ പിന്നെ ഓളില്ലെങ്കിൽ എനിക്ക് കിടക്കാൻ പറ്റും തോന്നും. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പെണ്ണില്ലെന്ന് തോന്നിയ 1000 രൂപയ്ക്ക് കാര്യം നടക്കുന്നിടത്ത് അവൻ പോകും. ആ അവസ്ഥ വരാതിരിക്കാനാ ആണും പെണ്ണും മാറിക്കിടക്കല്ലേ. നിങ്ങൾ എത്ര വാർദ്ധക്യത്തിൽ എഴുതിയാലും നിങ്ങൾ ഒരുമിച്ച് കിടക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി. സുന്നത്ത് നോമ്പുകൾ നോൽക്കുന്നത് പോലും ഒരു പെണ്ണ് ഭർത്താവിന്റെ ആണിന്റെ സമ്മതത്തോടെയാവണം. ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ. ഒരാണ് ഹാജരുണ്ടെങ്കിൽ, പകല് അല്ലെങ്കിൽ ആ സമയത്ത് അവൻ കൂടെയുണ്ടെങ്കിൽ അവൾ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല, ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുവാദത്തോടെയല്ലാതെ. ഒരു വാക്കുകളെ കൊണ്ടും ഭർത്താവിനെ നിങ്ങൾ മുറിപ്പെടുത്തരുത്, ഒരാളിന്റെ മനസ്സ് നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. എന്തേ നരകത്തിൽ കൂടുതലും സ്ത്രീകളായ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ റസൂൽ ഓതിക്കൊടുത്തു, വതക്ഫുർനൽ അശീറ വൽഇഹ്സാന, നാവ് കൊണ്ട് ഭർത്താവിന്റെ മനസ്സവൾ മുറിപ്പെടുത്തും. ഒരായുസ് മുഴുവൻ പോറ്റിയാലും കണക്ക് പറഞ്ഞു കുറ്റപ്പെടുത്തും. തകരുന്ന സമയത്ത് ചവിട്ടി പുറത്താക്കും. അവന്റെ മനോവേദനയെ പറ്റി ചിന്തിക്കാതിരിക്കും. അവസാന യാത്രയിൽ പോലും ആ ആണിന്റെ തൃപ്തി കിട്ടിയിട്ടുണ്ടോ എന്നുറപ്പില്ലാത്തമാരായി മാറും. ഒരു പെണ്ണിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ആണിന്റെ തൃപ്തിയോടെ മരിക്കാൻ പറ്റുക എന്നുള്ളതാ. മാനസികമായും ശാരീരികമായും ഒരിക്കലും നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരിക്കലും അവരുടെ വിശ്വാസം നിങ്ങളാൽ തകർക്കപ്പെടാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ജീവിത രീതി കൊണ്ട് ഒരാണിന്റെ വിശ്വാസമോ അവന്റെ ശരീരമോ മനസ്സോ തകർന്നു പോകാൻ പാടില്ല. ഇന്ന് പല ഭാര്യമാർക്കും വേണ്ടി ലോൺ എടുത്തു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പല കുടുംബത്തിലെ ആളുകൾക്കും വേണ്ടി ഹറാമായ പലതും ചെയ്യേണ്ടി വരുന്നവരുണ്ട്. കുടുംബത്തെയും കുട്ടി സിനിമക്ക് പോകുന്നവര്, അതില്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന മറ്റുള്ളവരുടെ കുടുംബം നോക്കി സ്വന്തം കുടുംബത്തെ വിലയിരുത്തുന്നവര്. ഇന്നങ്ങനെയാ പലർക്കും. അവര് പോയി സിനിമക്ക്, ഈ ഇറങ്ങിയ സിനിമക്ക് അവര് കുടുംബത്തെ കൊണ്ടുപോയി. അതുകൊണ്ട് പിയാപ്പന്റെ കൂടെ രാത്രിക്ക് സിനിമക്ക് പോണം, കൊണ്ടുപോയിട്ടില്ലേ പിയാപ്പ് ഒന്നിനും പറ്റാത്തവനായി മാറുന്നു.